യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ ഇപ്പോൾ പ്രതിയായി പോലീസ് ചോദ്യം ചെയ്യാൻ പോകുന്നത് ഒരു പ്രമുഖ നടിയാണ്. പണ്ട് നാം ഇത്തരം വാർത്തകൾ മുൻപും കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണോ? അതെ, ഇത് നമ്മുടെ സിനിമാ ലോകം വളരെ ദുരൂഹമായ സാഹചര്യങ്ങളിൽ നിന്ന് കൂടുതൽ ദുരൂഹതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു IT ജീവനക്കാരനാണ് പരാതിക്കാരൻ. ഒരു ബാറിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ IT ജീവനക്കാരനെ ഒരു സംഘം ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതെന്ന് പറയപ്പെടുന്നു. ആ തട്ടിക്കൊണ്ടുപോയതിൽ കുറച്ചുപേരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മിഥുൻ, അനീഷ്, സോനമോൾ എന്നിങ്ങനെ ചിലരെയാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്നത് അതല്ല. ഈ IT ജീവനക്കാരൻ കൊടുത്ത പരാതിയിൽ പറയുന്നു തന്നെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരു മലയാളിയായ നടി കൂടിയുണ്ട്. ലക്ഷ്മി മേനോൻ എന്ന പേരാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി മേനോൻ നമുക്കറിയാം, എറണാകുളം സ്വദേശിയാണ്. 2011 തൊട്ട് സിനിമയിലുള്ള ആളാണ്. മലയാളത്തിലും തമിഴിലും ഒക്കെ അവരെ നായികയായിട്ട് അഭിനയിച്ച് ഹിറ്റ് സിനിമകളിൽ നായികയായ ഒരു താരം. തമിഴിലാണ് അറിയപ്പെടുന്നത്, തമിഴിലാണ് അറിയപ്പെടുന്നത്. ആരാധകരുള്ള അവരെ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയായി എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം. ഈ IT ജീവനക്കാരനെ എന്തിനാണ് ശരിക്കും ഈ ബാറിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ എന്തോ വളരെ ഗൗരവമായ ഒരു സംഗതി അതിനകത്തുണ്ട്. മുൻവൈരാഗ്യമുണ്ടോ, മുൻവൈരാഗ്യമാണോ, അതെ സാമ്പത്തിക വിഷയമാണോ, അതോ ഇനി മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയൊക്കെ. ഈ IT ജീവനക്കാരനായതുകൊണ്ട് ഒരു പക്ഷേ ഈ ചിത്രങ്ങളൊക്കെ മോർഫ് ചെയ്ത് ഉപയോഗിക്കാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവമാണോ? ഇതൊന്നും വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്, 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി മേനോനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പുറത്തു വരുന്ന വാർത്ത. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാള സിനിമ പഴയ മലയാള സിനിമയല്ല. പഴയകാല നമ്മളൊരു 2010 വരെ അല്ലെങ്കിൽ ആ കാലഘട്ടം വരെ മലയാളത്തിൽ നല്ല സിനിമകൾ ഇറങ്ങിയിരുന്നു, നല്ല കുടുംബ ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നു, അതുപോലെ നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു, നല്ല സന്ദേശം ജനങ്ങൾക്ക് നൽകുന്ന തീമുകൾ, അതാണ് മലയാള സിനിമ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന പോലെ ക്രൈം ത്രില്ലറുകൾ വന്നിരുന്നു, നല്ല നല്ല എന്താ പറയുക റൊമാൻറ്റിക് മൂവീസ് വന്നിരുന്നു, നല്ല പ്രണയം ചർച്ച ചെയ്യുന്ന നല്ല സിനിമകൾ വന്നിരുന്നു. ഇതൊക്കെ പൈങ്കിളി ആണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാൽ പോലും അതിനകത്തൊരു കലാമൂല്യം ഉണ്ടായിരുന്നു. നമ്മുടെ നടന്മാരെ കുറിച്ചാണെങ്കിലും നടീനടന്മാരെ കുറിച്ചും സംവിധായകരെ കുറിച്ചും നിർമ്മാതാക്കളെ കുറിച്ചും ഒക്കെ പൊതുവെ അവിടെ ഇങ്ങനെ വല്ലപ്പോഴും പൊട്ടലും ചീറ്റലും ഒക്കെ ചില എന്താ പറയുക ഈ മഞ്ഞപ്പത്രങ്ങളിലൊക്കെ ചില വാർത്തകൾ വരുന്നത് ഒഴിച്ചാൽ മുഖ്യധാര മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് അങ്ങനത്തെ വാർത്തകളും കിട്ടിയിരുന്നില്ല. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെ അല്ല. ഈ സെലിബ്രിറ്റീസ് പോലെ താരങ്ങൾ വളരെ എന്താ പറയുക കലാമൂല്യമുള്ള താരമൂല്യമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അവർക്ക് നേരെ ഒരു ചെറിയ ഒരാരോപണം ഉയർന്നാൽ പോലും അത് കാരണം എന്താണ് ഈ നടീനടന്മാർ മനസ്സിലാക്കാത്തത്? നമുക്ക് അറിയാമല്ലോ, ദിലീപുമായി ബന്ധപ്പെട്ട് ആ കേസിന് സമാനമായ ഒരു രീതിയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുക, മറ്റൊരു സംഭവമായിരുന്നു. തട്ടിക്കൊണ്ടുപോയി ഒരു നടിയെ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക ഒക്കെ ചെയ്തു. അതും PT തോമസ് എന്നൊരു ജനപ്രതിനിധി, അവിടുത്തെ MLA അന്ന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ കേസ് ഇത്രയും പുറത്തു വന്നത്. ഇല്ലായിരുന്നെങ്കിൽ അന്നത് പുറത്തു വരില്ല എന്ന് തന്നെ നമുക്കറിയാം. എന്തായാലും ഈ പറഞ്ഞതുപോലെ വളരെ മലീമസമായ ഒരു സാഹചര്യം മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഇത് മാത്രമല്ല, മയക്കുമരുന്നിൻ്റെ അതിപ്രസരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ നടീനടന്മാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അത് സെറ്റിൽ എത്തിക്കാൻ പ്രത്യേക ഏജന്റുമാരുണ്ട്. അതുപോലെ ഈ കാരവാൻ സംസ്കാരം, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ വന്നാൽ ആ ലൊക്കേഷനിൽ മഴയായാലും വെയിലായാലും ആ ലൊക്കേഷനിൽ ഇരുന്നാണ് അവർ ഈ സിനിമയിൽ അഭിനയിക്കുന്ന. അവരുടെ ഷോട്ട് വരുമ്പോൾ, അവരുടെ സീൻ വരുമ്പോൾ അവർ അഭിനയിക്കാൻ പോകുന്നു. അതുവരെ ആ ലൊക്കേഷനിൽ എവിടെയെങ്കിലും അവരുണ്ടാകും. ഇതിപ്പോൾ അങ്ങനെയല്ല. കാരവാൻ എന്ന് പറഞ്ഞൊരു വലിയ വണ്ടി, അതിനകത്ത് എല്ലാ സൗകര്യമുണ്ട്. ആ കാരവാൻ കൊണ്ടുവന്ന് ഇടുന്നു, അതിനകത്ത് നടീനടന്മാർ വിശ്രമിക്കുന്നു,
അതിനകത്ത് വെച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം പോലും ഉയർന്നിട്ടുണ്ട്. വലിയ തോതിൽ അതിനെയൊക്കെ സംബന്ധിച്ച പല വാർത്തകളും നമ്മൾ കണ്ടതാണ്. അല്ല, ഈ 2 നടന്മാരെ ഡി അഡിക്ഷൻ സെന്ററിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് എന്താ പറയുക, നമ്മൾ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ എന്ത് കാര്യം എന്നാണ്. ഇതൊക്കെ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ലേ, നിങ്ങൾക്ക് ഇതിൽ എന്ത് കാര്യം എന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ധാരാളം ചെറുപ്പക്കാർ, യുവാക്കൾ ഈ നടീനടന്മാരെ മാതൃകയാക്കുന്നവരാണ്. അവരൊക്കെ ഈ നടീനടന്മാരുടെ ഇത്തരം പ്രവൃത്തികൾ കണ്ട് അത് അനുകരിക്കാൻ തുടങ്ങിയാൽ, ഇതിപ്പോൾ അനുകരിക്കുന്നുണ്ട് പലരും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ഇത് മയക്കുമരുന്ന് വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഇതും കൂടി നടക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇപ്പം നമുക്കറിയാം, ലൈംഗിക ആരോപണം വലിയ രീതിയിൽ മലയാള സിനിമയെ ബാധിച്ചിരിക്കുകയാണ്. നടന്മാർക്കെതിരെ നിരവധി നടിമാർ കാസ്റ്റ് കൗച്ചിങ് എന്ന് പറയുന്നത്, അതായത് ഒരു സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട നടന്, സംവിധായകനൊക്കെ വഴങ്ങിക്കൊടുക്കണം. അത് തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലും ഒക്കെ പൊതുവെ സിനിമകളിൽ അത്തരം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മലയാള സിനിമയിൽ അത് വളരെ വ്യാപകമായിട്ട് വരികയാണ്. നിരവധി നടന്മാർ പ്രതികളായി, പലർക്കെതിരെയും കേസുകൾ നടക്കുന്നു, പലരും ജാമ്യത്തിലാണ് ഒക്കെ. നമുക്കറിയാം, ഇപ്പോൾ MLA ആയ നടൻ പോലും ജാമ്യത്തിലാണ്, കേസ് നടക്കുകയാണ്. അപ്പം ഇങ്ങനെ വളരെ വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക്, വളരെ താഴ്ന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മലയാള സിനിമ പോയിരിക്കുകയാണ്. അതിലേറ്റവും ഒടുവിലത്തെ ഒരു കേസാണ് ഈ ലക്ഷ്മി മേനോൻ. ലക്ഷ്മി മേനോൻ നമുക്കറിയാം, നല്ല റോളുകൾ ചെയ്യുന്ന, നല്ല എന്താ പറയുക, നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നല്ല നടിയാണ്. മലയാള സിനിമയിലും അവരുടെ അഭിനയിച്ച സിനിമകളൊന്നും മോശമായിട്ട് പോയിട്ടില്ല. മലയാളത്തിൽ ഒന്നും പൊട്ടിപ്പോയ പടങ്ങളില്ല. അവർ അത്യാവശ്യം താരമൂല്യമുള്ള ഒരു നടിയാണ്. അവരുടെ പ്രകടനം, അവരുടെ അഭിനയം ഒക്കെ മലയാളികൾ അംഗീകരിച്ചതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു നടി, അതും ഈ എറണാകുളം പോലൊരു നഗരത്തിൽ, തൃപ്പൂണിത്തറയ്ക്ക് അടുത്താണ് അവർ താമസിക്കുന്നത്, അവിടെയുള്ള ഒരു നടി ഇങ്ങനെ ഒരു സംഭവത്തിൽ പെട്ടു എന്ന് കേൾക്കുന്നത് വളരെ ഞെട്ടലോടെയാണ് എല്ലാവരും ഇത് ശ്രവിച്ചത്. ഇപ്പോഴത് വാർത്തയായി പുറത്തു വന്നിരിക്കുന്നു. നമ്മുടെ ഓൺലൈനുകളിലും മറ്റുമൊക്കെ ചാനലുകളിലും ഒക്കെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ലക്ഷ്മി മേനോൻ ഇങ്ങനെ ഒരു യുവാവിനെ ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. ആ മർദ്ദക സംഘത്തിൽ ലക്ഷ്മി മേനോനും ഉണ്ടായിരുന്നു എന്ന വാർത്തയാണ് പുറത്തുവിടുന്നത്. എന്തായാലും ഇതിന്റെ പുറകിൽ ഒരു ദുരൂഹതയുണ്ട്. പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. പോലീസ് ആണ് ഇനി പറയേണ്ടത് എന്തിനാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയത്, ഇയാൾക്കെതിരെയുള്ള കേസ് എന്താണ്. ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വാദി പ്രതിയായേക്കാം, അതും സംഭവിക്കാം. കാരണം ഇവരൊക്കെ പലപ്പോഴും ഈ നടിമാരെ പല രീതിയിൽ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്. സഹി കിട്ടുമ്പോൾ 2 എണ്ണം പൊട്ടിച്ചതാവാം, അങ്ങനെയും സംഭവിക്കാം. ഒരുപക്ഷെ സുഹൃത്തുക്കളോടൊത്ത് പോയതായിരിക്കും അവര്. തീരെ നിവൃത്തി കെട്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ശല്യം സഹിക്കാതായപ്പോൾ കായികമായിട്ട് നേരിട്ടതാവാം. ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഇനി അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് പോലീസാണ്. പോലീസ് പലപ്പോഴും നമുക്കറിയാം പല കാര്യങ്ങളിലും ഈ നടീനടന്മാരുടെ വിഷയങ്ങൾ വരുമ്പോൾ ഒരു മെല്ലെ പോക്ക് നമ്മൾ കണ്ടതാണ്. അത് ദിലീപിന്റെ കേസിലും നമ്മൾ കണ്ടതാണ്. കേസ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അത് വിചാരണ തീർന്ന് ഒരു വിധി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കേസ് ചെന്നെത്തുന്നില്ല. പല രീതിയിൽ അത് തടസ്സപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പൊതുവെ ഈ സിനിമാക്കാരുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണം വൈകുന്നതായി ഒരു ആക്ഷേപമുണ്ട്. അപ്പോൾ ഇനി പോലീസാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സംഭവിച്ചത്, ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആരെയെല്ലാം ചോദ്യം ചെയ്യാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് വെളിപ്പെടുത്തേണ്ടതാണ്. പോലീസിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയൂ.